1972 റഗ്ബി ടീമുമായിട്ട് പോയ ഒരു ഉറുഗ്വേ പ്ലെയിൻ ആൻഡസ് പർവ്വതങ്ങൾക്കിടയിൽ വെച്ചിട്ട് തകർന്നു വീണു. ആൻഡ് ഈ നടന്ന സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിമാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ സിനിമയെ കുറിച്ചിട്ട് ഏകദേശം ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഈവൻ പലരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ശരിക്കും ഈ സിനിമ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ടുണ്ട്. കാരണം ഈ സിനിമ പലപ്പോഴും കണ്ടിങ്ങനെ തുടങ്ങി ഇടയിൽ വെച്ചിട്ട് അവരുടെ ഈ ഓരോ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ശരിക്കും നമ്മൾ പോലും ആ ഒരു പ്ലെയിനിൽ അകപ്പെട്ട ആളുടെ അവസ്ഥയായിരുന്നു. ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഈ സിനിമയെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. ഈവൻ ഇതൊരു പുസ്തകം, ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകത്തിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ സിനിമ. ആൻഡ് ഇതിലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സും, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ പല ക്യാരക്ടേഴ്സും റിയൽ ലൈഫിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ പെട്ടുപോയ ആൾക്കാരാണ്. ആൻഡ് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ പല റോളുകളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പടം കണ്ട ആളുകൾ ഈ സിനിമയുടെ അവസാനം രക്ഷപ്പെട്ട ആൾക്കാരുടെ പേര് വിളിച്ചു പറയുന്ന ഒരു ഓഫീസറെ കണ്ടിട്ടുണ്ടാവും. ആ ഓഫീസർ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരിൽ ഒരാളാണ്. ആൻഡ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ സിനിമ അത്രത്തോളം നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ആൻഡസ് പർവ്വതങ്ങൾക്കിടയിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്തതിനു ശേഷം ആ ഒരു ക്രാഷിംഗ് സീൻ ഏകദേശം പടം തുടങ്ങിയ ഒരു 15ാമത്തെ മിനിറ്റിലാണ് ആ ഒരു പ്ലെയിൻ ക്രാഷ് കാണിക്കുന്നത്. ഇതിപ്പോ ഒരു നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് നമ്മളിത് കാണുക വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കളി പോകും. ഇപ്പൊ ഈവൻ ഈ അടുത്തായാൽ പോലും ഞാനൊരു ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ജേർണി ചെയ്യുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ടർബുലൻസ് വന്നപ്പോൾ തന്നെ എന്റെ ബോധം പോയിരുന്നു. ആൻഡ് ഇതിലുള്ള ആൾക്കാരുടെ ഈവൻ ആ ഒരു പാസഞ്ചേഴ്സിന്റെ ആ ഒരു ഫ്ലൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് കാണിക്കുന്ന സീന് തൊട്ട് അങ്ങോട്ടേക്ക് പിന്നെ ഉണ്ടാകുന്ന സൈലൻസും അതിനുശേഷം ഉണ്ടാകുന്ന ക്രാഷൊക്കെ ബെസ്റ്റ് ആയിട്ട് തന്നെ ശരിക്കും ഡെലിവർ ചെയ്തെന്ന് പറയാണ്ട് പോയ. കാരണം അതിലുള്ള ഓരോരോ ആൾക്കാരുടെ അവസ്ഥകൾ ഇത്രത്തോളം നമ്മുടെ കൺമുന്നിൽ ഇത്രയും മരവിച്ച അവസ്ഥ, നമ്മൾ പോലും എങ്ങനെയെങ്കിലും ഒന്ന് ഇത് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മേക്കിങ്ങിന് പറ്റിയിട്ടുണ്ട്. ഈ ആൻഡസിലുള്ള ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ചില സീൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഫുൾ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അറിയാലോ, ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം. അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഈവൻ ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് അതിലുള്ള ആൾക്കാരൊക്കെ പലരും ഒരു ന്യൂ ഫേസുകൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ പലരും പുതുമുഖങ്ങളാണ്. ബട്ട് അതൊന്നും നമുക്ക് അവരുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവില്ല. ഇവൻ പെർഫോമൻസ് അല്ല, ശരിക്കും അവർ റിയൽ ലൈഫിൽ പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു. ഈവൻ അവരെങ്ങനെ ഡേ ബൈ ഡേ സർവൈവ് ചെയ്യണം, ഈവൻ ഇത്രയും കൊടും തണുപ്പിൽ കിടക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു നൈറ്റ് അതിജീവിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കയറും എന്ന് ഉറപ്പ് പോലും ഇല്ലാണ്ടുള്ള അവസ്ഥകൾ. ഭക്ഷണത്തിന്റെ ആ ഒരു എന്താ പറയുക കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അത് അത്രയും ഭീകരമായിട്ടുള്ള പല സീനുകളും വളരെ റിയലിസ്റ്റിക് ആയിട്ട്, മീൻസ് അത് ശരിക്കും നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതായിരുന്നു ഈ സിനിമ. ആൻഡ് ഈ പടം നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും മിസ് ചെയ്യുക. അത് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ 96th ഓസ്കാറിന് സിനിമ നോമിനേഷൻ വെച്ചിട്ട് ഈ സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചില വിങ്ങലൊക്കെ അവശേഷിപ്പിച്ചായിരിക്കും അവസാനിക്കുക. കാരണം അത്രത്തോളം ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു എൻഡിങ് ആണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇവർ കടന്നുപോയി, അല്ലെങ്കിൽ ഇവർ അതിൽ നിന്ന് ഒരു 17 അംഗ സംഘം അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം ഇവർക്ക് അതിനുശേഷം ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടൈം പീരീഡും അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സൈലൻസ് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അതെല്ലാം ഇവർ കടന്നുപോയ അവസ്ഥകൾക്കൊന്നും പകരാവില്ല. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ തിരികെയുള്ളവരുടെ ഒരു ലൈഫിലേക്കുള്ള വരവ് അതൊരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ളതല്ല. അന്ന് നടന്ന സംഭവങ്ങൾ, ഈ 2-2.5 മാസത്തോളം നടന്ന സംഭവങ്ങൾ ഇപ്പോഴും അവരുടെ മൈൻഡിൽ ഒരു ട്രോമയായിട്ട് അവശേഷിച്ചു എന്ന് കാണിക്കുന്ന അത്രയും എല്ലാ സംഭവങ്ങളും നന്നായി കവർ ചെയ്തു പോയ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ ആണ് ഈ പടം. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സിനിമയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആൻഡ് അൺടിൽ ദെൻ